പരിശുദ്ധ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധിച്ചുകൊണ്ട്, അതെ, ഒരു സത്യവിശ്വാസിയുടെ ആദർശ അച്ചടക്കം എങ്ങനെയായിരിക്കണം? ഖുർആനിൽ ഇങ്ങനെ ഉണ്ടോ? പിന്നെ നമുക്കെന്ത് തർക്കിക്കാൻ, നമുക്കെന്ത് വാദിക്കാൻ? ചിലര് പറയും, അങ്ങനെയാണോ നമ്മുടെ നയം? അതെ, അത് തോറ്റു കൊടുക്കുകയല്ല, ആരെയും ഭയപ്പെട്ടിട്ടുമല്ല. പരിശുദ്ധ ഈമാൻ അതൊരു പ്രകാശ സമ്മാനമാണ്. അതിന് ഒരു ചെറിയ കലർപ്പ് ഇരുളിന്റെ, ളുലുമാത്തിന്റെ, ബിദ്അത്തിന്റെ, ശിർക്കിന്റെ, ഇൽഹാദ്, നിരീശ്വരത്വത്തിന്റെ ഒരു ചെറിയ പാട് വീണുപോയാൽ അത് നിവർത്തിയെടുക്കാൻ പ്രയാസാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അനാവശ്യമായി കടന്ന് കയറി സംസാരിക്കുന്നവരെ കാണാൻ ഇടവന്നാൽ, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിക വചനങ്ങളിൽ എന്ന് മാത്രമല്ല. അംബിയാക്കൾ ആയാത്തുല്ലാഹിയാണ്, ഔലിയാക്കൾ ആയാത്തുല്ലാഹിയാണ്. അവയൊക്കെ അള്ളാഹുവിലേക്കുള്ള വിരൽ ചൂണ്ടുന്ന ദൃഷ്ടാന്തങ്ങളാണ്. സയ്യിദുനാ ഈസയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ആയ, ദൃഷ്ടാന്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. അംബിയാക്കളും ഔലിയാക്കളും ഒന്നാം സ്ഥാനത്ത് അള്ളാഹുവിന്റെ ആയാത്തുകളിൽ പെടും. ഭൗതിക ചരാചരങ്ങളിലുള്ള ദൃഷ്ടാന്തങ്ങൾ, ആകാശവും ഭൂമിയും സൗരയൂഥവും ചക്രവാളങ്ങളുമെല്ലാം അള്ളാഹുവിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. എന്നാൽ അതിൻ്റെയും മുമ്പ് ആയാത്തുന എന്ന് ഖുർആനിൽ പറയുന്ന, ആയാത്തി എന്ന് ഖുർആനിൽ പറയുന്ന ഉടനീളം ഒന്നാമതായി വരുന്നത് അംബിയാവും ഔലിയാവുമാണ്. അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടന്നു കയറുന്നവരെ കാണാൻ ഇടവന്നാൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, മീഡിയകളിൽ, പത്രങ്ങളിൽ, മുഖാമുഖം വേദികളിൽ, സംവാദ സ്റ്റേജുകളിൽ കണ്ടാൽ അവിടെ ചെന്ന് നാലൊച്ചപ്പാടുണ്ടാക്കണമെന്നല്ല, അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി പോയി നോക്കൂ എന്നല്ല, അവർക്ക് മറുപടി വെക്കൂ എന്നല്ല, ഫഅരിദ് അൻഹും, അപ്പോൾ തന്നെ അവരെ തൊട്ട് തിരിഞ്ഞു കളയുക. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ നിർദ്ദേശാണ്. ഇത് ആരെയും പേടിച്ചിട്ട് പറയുന്നതല്ല. വീണ്ടും ആവർത്തിക്കുന്നു, ഇസ്ലാമിന് കുഴപ്പം വരില്ല. മുസ്ലിമീങ്ങൾ ദുർബലരാണെങ്കിൽ അവർക്ക് കുഴപ്പം വരും. ഇതൊന്നുമല്ല നയം എന്ന് പറയാൻ നമ്മൾ ആരാണ്? അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, നിങ്ങളുടെ ദീനിനെ നിങ്ങൾ അള്ളാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? അങ്ങനെയാണോ നമ്മുടെ നയം വേണ്ടത്? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, വകാന ഉമറു വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിൽ, പരിശുദ്ധ വേദത്തിൽ ഒരു സംഗതി പറഞ്ഞതറിഞ്ഞാൽ അവിടെ നിൽക്കണം മുസ്ലിം. പിന്നെ അവിടെ അന്വേഷണവും വിശദീകരണവും ഒന്നുമില്ല, ന്യായീകരണങ്ങളും ഇല്ല. ഒന്നുകൂടി സൂറത്തുൽ അൻആമിലെ 67-68 വചനം, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ, പരിശുദ്ധ ഖുർആൻ അംബിയാക്കളുടെ ചരിത്രം, ഔലിയാന്റെ ചരിത്രം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, അത്തരം ദൃഷ്ടാന്തങ്ങളിൽ, അനാവശ്യ ചർച്ചകളിൽ ഇടപെടുന്നതായി ആരെങ്കിലും കാണാൻ ഇടവന്നാൽ ഫഅരിദ് അൻഹും, അവരെ തൊട്ട് പിന്തിരിഞ്ഞു കളയുക. ഒരൽപ്പം കേൾക്കട്ടെ എന്ന് നോക്കി കുറച്ചു നേരം കേട്ടിരിക്കുമ്പോൾ ആ വിഷം നമ്മുടെ കൽബകത്തെ, നമ്മുടെ ചിന്തയെ അപകടപ്പെടുത്തും. ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി, മറ്റ് വർത്തമാനങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നത് വരെ. വിശുദ്ധ ഖുർആനിന്റെ വിശാലതയാണത്. അത്തരം ആളുകൾ, അതായത് ആദർശപരമായി ഇസ്ലാമിന്റെ വിരോധികളാണ്, സത്യസന്ദേശങ്ങൾക്ക് എതിരാണ്, ബിദ്അത്തുകാരാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദികളാണ്. അവരുമായി
അത്തരം ആദർശബന്ധിതമായ കാര്യങ്ങളിൽ, മത ആത്മീയ ചടങ്ങുകളിൽ ഒരിക്കലും ബന്ധപ്പെടാതെ പിന്തിരിഞ്ഞു കളയണം. മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് വരെ ഭൗതികമായ വിശാലമായ കാര്യങ്ങൾ, പഞ്ചായത്ത് വിഷയങ്ങൾ, റോഡിന്റെ കാര്യങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, അത്തരമൊരു കാര്യത്തിലേക്ക് ഇടപെടുമ്പോൾ കർശനമായ ഈ താക്കീത് എല്ലാവർക്കും എല്ലായ്പ്പോഴും ബാധകമല്ല എന്നർത്ഥം. ഇനിയും പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം വിശ്വാസികൾ കൽബുകൊണ്ട് കേൾക്കണം. ഇത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഫത്വ അല്ല, ഒരു ഉലമാ സഭയുടെ നിർദ്ദേശവുമല്ല, അല്ലാഹുവിന്റെ കലാം. പിശാച് നിന്നെ ഈ അച്ചടക്ക ബോധത്തിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞാൽ, ഒന്ന് മറന്നുപോയി, അറിയാതെ തുറന്നുപോയി, കുറച്ച് കേട്ടിരിക്കാൻ താല്പര്യം തോന്നിപ്പോയി, അങ്ങനെ വന്നാൽ നിനക്ക് ബോധം വന്ന ശേഷം ഒരൽപസമയം പോലും അതിക്രമകാരികളായ ജനതയ്ക്കൊപ്പം നീ ഇരുന്നു പോകരുത്. അതെ, അള്ളാഹുവിനെ അധിക്ഷേപിക്കുന്നത്, പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്നത്, അവന്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളായ മഹാന്മാരെ കുറ്റപ്പെടുത്തുന്നത്, ചീത്ത വിളിക്കുന്നത്, അവരുടെ കറാമത്തുകളെയും അവരുടെ വ്യക്തിത്വ ഭാവങ്ങളെയും പുച്ഛിക്കുന്നത്, അത് ഇസ്ലാമിനകത്തുള്ള വിഭാഗത്തിലുമുണ്ട്, നിരീശ്വര നിർമ്മത ഭൗതികവാദികളിലുമുണ്ട്, അപൂർവമായി മറ്റ് മതവിഭാഗങ്ങളിലുമുണ്ട്. പക്ഷേ ഖുർആൻ പറയുന്നത് വേണ്ട, ആ ചർച്ചയ്ക്ക്, ആ സംവാദത്തിന് നീ ഇടപെടേണ്ടതില്ല. ഇത് വല്ലാത്ത വാക്കാണ്. അവരെ വിചാരണ ചെയ്യേണ്ട ബാധ്യതയൊന്നും ശരിയായി തഖ്വ പുലർത്തുന്ന ആളുകൾക്കില്ല. അവരെ ഹിസാബ് ചെയ്ത്, ചോദ്യം ചെയ്ത്, തോൽപ്പിച്ച്, വാദപ്രതിവാദം നടത്തി, പരാജയപ്പെടുത്തി, ഖുർആനാണ് പറയുന്നത് കഴിവില്ലാത്തവർ, അർഹതയില്ലാത്തവർ, ആ പേരും പറഞ്ഞ് അത് കേൾക്കാനും പഠിക്കാനും വായിക്കാനും പോകേണ്ടതില്ല. അവർ തഖ്വ ഉള്ളവരായി തീർന്നേക്കാം. ഉദ്ബോധനമാണിത്. പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ പറഞ്ഞു തരികയാണ്. അൽ ഖൗദ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ആഴം മനസ്സിലാകാതെ, അകത്തുള്ളത് അടിയിലുള്ളത് എന്താണെന്ന് അറിയാതെ കാല് വെക്കുക. ചിലപ്പം ആഴങ്ങളിലേക്ക് പോയി അപകടപ്പെടും, അല്ലെങ്കിൽ മുള്ളോ കല്ലോ കാലിൽ തറയ്ക്കും. അങ്ങനെയുള്ള അടിയിലുള്ളത് എന്താണെന്ന് അറിയാതെ വെള്ളത്തിലേക്ക് കാല് വെക്കുന്നതിനാണ് അദ്ദുഖൂലു ഫിൽ മാഇൽ കസീർ ലാ യദ്രി ഇലാ അയ്യി മൗഖിൻ തഖഉ ഖദമാഹു. എവിടേക്കാണ് ചെന്ന് പെടുക എന്നറിയില്ല. ഈ പ്രയോഗമാണ് ഖുർആൻ. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا الْخَوْضُ فِي الْبَاطِلِ. നമുക്കറിയില്ല, 10 മിനിറ്റ് കേട്ടു നോക്കുക, അപ്പോഴേക്ക് നമ്മുടെ ഈമാൻ, നമ്മുടെ ശുദ്ധമായ സത്യസന്ധമായ അവസ്ഥയ്ക്ക് പോറലേറ്റു പോകും. അൽ ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്, സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു നാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഇതിലപ്പുറം ഒരു തെളിവും ഒരു സത്യവിശ്വാസിക്ക് വേണ്ട. ഉമർ ഇബ്നുൽ ഖത്താബാണ് വരുന്നത് റസൂലുള്ളാഹിയുടെ സദസ്സിലേക്ക്. കയ്യിൽ അത്തൻ നബി ബി കിതാബിൻ അസ്വാബഹു മിൻ ബഅദി അഹ്ലിൽ കിതാബ്, പൂർവ വേദക്കാരിൽപ്പെട്ട ചിലര് കൊടുത്ത ഏതോ ചില പുസ്തകം കയ്യിലുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ അടിത്തറ ഇലാഹിയാണ്, ഈശ്വരീയ പ്രോക്തങ്ങളാണ്, തൗറാത്തും ഇൻജീലും. അത്തരം ചില കിതാബുകൾ അതിൽ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതൊന്നുമല്ല വിഷയം. ഭേദഗതി ചെയ്യപ്പെടാത്തതാണെങ്കിലും ശരി, അഹ്ലുൽ കിതാബിൽ നിന്ന് ലഭിക്കുന്ന കിതാബുമായി സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് പാഠം ലഭിക്കുവാനാണ്. ഫഖറഅഹു അല നബി, നബിയെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അവരുടെ കിതാബിൽ
നല്ലത്, ഇസ്ലാമുമായി ബന്ധപ്പെടുത്താവുന്ന നല്ല പരാമർശങ്ങൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോഴ് ഇസ്ലാമിനെയും നബിയെയും ഗുണം പറയുന്നതാണെങ്കിൽ പോലും പിന്നീട് അപകടപ്പെടുത്താനുള്ളത് അതിന്റെ ശേഷം വരും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉമറുൽ ഫാറൂഖ് ആ ഭാഗം ഓതി കേൾപ്പിച്ചു. ഫഗളിബ റസൂലുള്ളാഹ്, ഹബീബ് റസൂലുള്ളാഹിയുടെ മുഖം ചുമന്നു. അവിടുന്ന് പറഞ്ഞു, അമുതഹവ്വികൂന ഫീഹാ ഇബ്നുൽ ഖത്താബ്. ഹസ്രത്ത് ഉമറിനോട്, ഖത്താബിന്റെ മകൻ, ഈ കാര്യത്തിൽ കളിയും തമാശയുമായി വിഡ്ഢിത്തം ചെയ്യുകയാണോ? അമുതഹവ്വികൂന ഫീഹാ ഇബ്നുൽ ഖത്താബ്. ഹമഖത്തരം, വിഡ്ഢിത്തം കളിച്ച് അവരുടെ വേദങ്ങൾ തമാശയാണോ ഇത്? എന്തിനാണ് നിങ്ങൾക്ക് അതിന്റെ ആവശ്യം? വല്ലദീ നഫ്സീ ബിയദിഹി, എന്നെ നിയന്ത്രിക്കുന്ന പരംപുരാനായ പടച്ച തമ്പുരാനാണ് സത്യം. ലഖദ് ജിഅ്തുകും ബിഹാ ബൈളാഅ നഖിയ്യ, അതിസുന്ദരമായി, സ്വച്ഛന്തമായി, ശുഭ്രമായി, പ്രമാണത്തിൽ നിറവാർന്ന രീതിയിലാണ് ഈ ദീനിനെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇനി വേറെ ഒന്നിന്റെ പിന്നാലെ പഠിക്കാനോ ഗവേഷണത്തിനോ ഒന്നും വേണ്ട നിങ്ങൾക്കത്. വല്ലദീ നഫ്സീ ബിയദിഹി ലൗ അന്ന മൂസാ ഹയ്യൻ മാ വസിഅഹു ഇല്ലാ അൻ യത്തബിഅനി. സാക്ഷാൽ സയ്യിദുന മൂസ അലൈഹിസ്സലാം തന്നെ ഇന്ന് ജീവനോടെ വന്നാലും എന്നെ അനുഗമിക്കലല്ലാതെ മഹാനവറുകൾക്ക് പോലും പോംവഴിയില്ല. ഇമാം അഹ്മദ് 14736 ഹദീസായി ഇത് നിവേദനം ചെയ്തിട്ടുണ്ട്. അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം, പരിശുദ്ധ വേദം ഖുർആൻ ഷരീഫ് അവരിലേക്ക് പാരായണം ചെയ്യപ്പെടുന്നില്ലേ? അതുപോലെ അവർക്ക് പിന്നെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നത്? മറുപടി പറയണമെന്ന ലക്ഷ്യത്തോടു പോലും പക്വതയില്ലാത്ത, പാകതയില്ലാത്തവർ അത്തരം വായനയും പഠനവും നടത്തുന്നത് അനുവദനീയമല്ല എന്നാണ് അൽ ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ പോലെ പറഞ്ഞത്. മറുപടി പറയാനാണെന്ന് പറഞ്ഞു പോലും നമ്മളെല്ലാവരും ഇന്ന് ആ മേഖലയിലാണ് കുതിപ്പ് കാണിക്കുന്നത്. എന്നിട്ടോ ഇബ്നു തീമിയ്യ പറയുന്നുണ്ട്, ഇമാം ഷാത്വബി ഉദ്ധരിക്കുന്നുണ്ട്, മറുപടി പറയുന്നത് വേണ്ടതുപോലെ ആയില്ലെങ്കിൽ പരിഹാസം കൂടുകയും ഇസ്ലാമിക സമൂഹത്തിന് തന്നെ നിരീശ്വര നിർമ്മത ഭൗതികവാദികൾക്ക് നൽകുന്ന മറുപടിയിൽ വേണ്ടതുപോലെ തൃപ്തി വന്നില്ലെങ്കിൽ അവർക്ക് ധിക്കാരം വർദ്ധിക്കും, ഇസ്ലാമിനോടുള്ള പുച്ഛം വർദ്ധിക്കും. ആ സാഹചര്യത്തിൽ അത്തരക്കാരൊന്നും മറുപടിക്കും പോകേണ്ടതില്ല എന്ന് കണിശമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു താക്കീതാണ്, പരിശുദ്ധ ഖുർആനിന്റെ താക്കീത്. റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി, അല്ലാഹുവിലേക്ക് വിളിനാദം കേട്ടു നമ്മൾ, അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. സമിഅനാ വ അതഅനാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. അല്ലാഹുമ്മ ആമീൻ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.